ഹായ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് ബ്രെഡാണ്. ഇതിൻ്റെ പേര് പീറ്റ ബ്രെഡ്. ഞാനൊന്ന് പറഞ്ഞിരുന്നില്ലേ എഗ് റോസ്റ്റ് ചെയ്യുമ്പോൾ പീറ്റ ബ്രെഡ് ഉണ്ടാക്കി കാണിക്കാമെന്ന്. അതിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഇനി ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ 3 കപ്പ്, ഈസ്റ്റ് 1 ടീസ്പൂൺ, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, എണ്ണ ആവശ്യത്തിന്, വെള്ളം 1 കപ്പ്, ചെറിയ ചൂടുള്ള വെള്ളം. ഇതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഈ പഞ്ചസാര ഈ ബൗളിലേക്ക് ഇടുകയാണ്. 1 കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിക്കുകയാണ് ഇതിലേക്ക്. ഈ പഞ്ചസാരയൊക്കെ വന്ന് നമുക്ക് അലിയിച്ചെടുക്കണം. ഇനി അടുത്തത് ഒരു പാത്രത്തിലേക്ക് മൈദ ഇടുക. ഇനി അതിൻ്റെ കൂടെ ഈസ്റ്റ് ചേർക്കുക. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അതുകൊണ്ട് നമുക്ക് നേരിട്ട് മൈദയിലേക്ക് ചേർക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കണം. ഡ്രൈ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് അത് പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ ചേർക്കാവൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ പഞ്ചസാര അലിയിച്ച് വെച്ചിരുന്ന വെള്ളമല്ലേ, ഇനി ഞാൻ അത് ഇതിലേക്ക് ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. 3 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് വെള്ളം പാകത്തിനുണ്ടാകും. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഒരുവിധം ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, നല്ല ശക്തിയായിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് കുഴച്ചെടുക്കണം. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് ഒരല്പം എണ്ണ കയ്യിലൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വീണ്ടും കുഴച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, മാവ് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു ബൗളിലേക്ക് മാറ്റാം. ആ ബൗളിനകത്ത് എണ്ണ ഒന്ന് തടവി കൊടുക്കണം. അതുപോലെ തന്നെ ആ മാവിൻ്റെ മുകളിലും എണ്ണയൊന്ന് തടവണേ. അത് മാവ് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഈ മാവ് ബൗളിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് മൂടി വയ്ക്കണം. ഇതിപ്പോൾ ചെറിയ ചൂടുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണേ. നിങ്ങളുടെ വീട്ടിൽ മൈക്രോവേവ് ഓവനോ OTG ഓവനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 30 സെക്കൻഡ് ചൂടാക്കിയിട്ട് അതിനുള്ളിലേക്ക് വയ്ക്കാം. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ സമയം അതിന് കൊടുക്കാം. അതിനുള്ളിൽ എന്തായാലും നന്നായിട്ട് പൊങ്ങി വരും. ഇത് കണ്ടില്ലേ, നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള എയറൊക്കെ ഒന്ന് കളയണം. അതിനുവേണ്ടി ഇത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റണം. ഇത് ഞാനിവിടെ എല്ലാ ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തിയേക്കാളും അല്പം കനത്തിൽ പരത്തിയെടുക്കണേ. ഞാനിവിടെ ഒരു 3 എണ്ണം പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ചുട്ടെടുക്കാം. ചൂടായ തവയിലേക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തിരിച്ചിടണം. ആ മാവ് ഒന്ന് പൊങ്ങി വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ മുകളിലായിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ.
കണ്ടില്ലേ എത്ര നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടത്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് മാറ്റാം. അടുത്ത ഒരെണ്ണം കൂടി ഞാൻ ഉണ്ടാക്കാം. കണ്ടില്ലേ എത്ര നന്നായിട്ടാണ് പൊങ്ങി വരുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരൊറ്റ പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാകും. എൻ്റെ പുതിയ വീഡിയോയും അതുപോലെ തന്നെ പഴയ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും.